ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 3 ചേരുവ വെച്ച് വളരെ കുറഞ്ഞ ചിലവിൽ പാർട്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ കാരമൽ പുഡിംഗ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാലൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കാതെ വെക്കണം. ആ സമയത്ത് പഞ്ചസാരയൊക്കെ മെൽട്ടായി വരും. ഒരു പകുതിയോളം മെൽട്ടായതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ക്രിസ്റ്റൽസ് ഉണ്ട്, അതും കൂടി മെൽട്ടായിട്ട് വരണം. കളറൊക്കെ നല്ലതുപോലെ തന്നെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ കളറൊക്കെ ഡാർക്കായി ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പാൽ മിക്സ് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കാരമൽ ഒന്ന് കട്ടിയായിട്ട് വരുന്നതാണ്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ സമയത്ത് അത് മെൽട്ടായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതാ കാരമലും പാലും നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി വേറൊരു അടുപ്പിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ മിക്സ് ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും ചൂട് ഒരേപോലെ ആകാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അത് ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. അരിച്ച് ചേർക്കാൻ പറയുന്നത് എന്തെങ്കിലും കട്ടകളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പരന്ന പാത്രത്തിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വന്ന ബബിൾസൊക്കെ ഞാൻ ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ആക്കണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ പീനട്ട് പൊടിച്ചതാണ് എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പീനട്ടിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ നട്ടായാലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഒരു ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം എടുത്ത് ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാം. പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിങ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.